ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം മോദി ആദ്യമായി വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം കാനഡയിലേക്ക് പോയിരിക്കുന്നത്. പോകുന്ന വഴിക്ക് മെഡിറ്ററേനിയനിലെ ഒരു ചെറിയ ദ്വീപ്, സൈപ്രസ് എന്ന് പറയുന്ന ദ്വീപ് സന്ദർശിക്കാൻ അദ്ദേഹം 2 ദിവസം വിനിയോഗിക്കുകയാണ്. എന്താണ് സാർ ഈ മോദി സൈപ്രസ് സന്ദർശിക്കാൻ സൈപ്രസ് തിരഞ്ഞെടുത്തതിൻ്റെ കാരണം എന്താണ്? അതിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്ത് തന്നെ വായിച്ചെടുക്കേണ്ടതുണ്ട്. അതായത് ഈ പാകിസ്ഥാനെ പിന്തുണച്ചതാണ് ആര്? തുർക്കിയുമായി കാലങ്ങളായി ശത്രുതയിൽ തുടരുന്ന രാഷ്ട്രമാണ് ഈ സൈപ്രസ്. തുർക്കിയുമായിട്ട് ശരിയാണ്. അത് വളരെ എനിക്ക് തോന്നുന്നു അത് 1979 മുതൽ ശത്രുതയിലാണ്. അപ്പോൾ അതൊരുപാട് തന്നെ അതുകൊണ്ട് തന്നെ മോദിയുടെ ഈ സന്ദർശനത്തെ ലോകരാഷ്ട്രങ്ങളും രാഷ്ട്ര നേതാക്കളും ഉറ്റുനോക്കുകയാണ്. 23 വർഷത്തിന് ശേഷമാണ് ഭാരതത്തിലെ ഒരു പ്രധാനമന്ത്രി സൈപ്രസ് സന്ദർശിക്കുന്നത്. 2002 പോയിട്ടുള്ളതോ ആരാണ്? വാജ്പേയി ആണ്. അതും ഇവർക്ക് ആ ക്രെഡിറ്റ് അവകാശപ്പെട്ടതാണ്, അല്ലാതെ ആരും പോയിട്ടില്ല. അപ്പോൾ ഈ സൈപ്രസിലെ സന്ദർശനം, പിന്നെ നമ്മൾ നോക്കിക്കേ, ഈ G7 ഉച്ചകോടി നടക്കുന്നത് എവിടെയാണ്? കാനഡയിലാണ്. കാനഡയും ഇന്ത്യയും തമ്മിൽ ഏത് തരത്തിലാണ്? അതെ, ബന്ധം വളരെ വഷളായി നിന്നു. അവിടുത്തെ ട്രൂഡോവുമായിട്ടുള്ള അവിടെ നമ്മുടെ ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ സഹായിക്കുകയും അവരോടൊപ്പം നിന്ന് ഇന്ത്യക്കെതിരെ വലിയ രീതിയിൽ ഒരു വിദ്വേഷ പ്രചാരണം തന്നെ നടത്തിയിരുന്ന ആളാണ് ട്രൂഡോ. ആ ട്രൂഡോയെ ഇന്ത്യയോട് മോദിയോട് മുട്ടി ട്രൂഡോയ്ക്ക് 6 മാസത്തിനകം രാജിവെക്കേണ്ടി വന്നു. എനിക്ക് തോന്നുന്നു ഈ സൈപ്രസിലെ ഗംഭീര വരവേൽപ്പാണ് കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് തന്നെ ലോകം മുഴുവൻ അത് ശ്രദ്ധിക്കപ്പെട്ടു. ഇന്ത്യയിൽ നിന്ന് 7 സംഘങ്ങളായിട്ട് തിരിഞ്ഞ് ഓരോ ടീമിനും പ്രത്യേക തലവൻ ആയിട്ട് ഇന്ത്യയിൽ തന്നെ ഏറെ ചർച്ച ചെയ്തു. അത് ആ ചർച്ചയ്ക്ക് ഇടയാക്കിയത് തരൂരുമാണ്. ആഗോള മാധ്യമങ്ങളെല്ലാം ആ വിഷയം വലിയ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തു. പ്രത്യേകിച്ചും ഈ തരൂരിൻ്റെ നേതൃത്വത്തിൽ അമേരിക്കയിലും കംബോഡിയയിലും മറ്റുമൊക്കെ സന്ദർശിച്ച ആ സംഘത്തെക്കുറിച്ച് അത് അവർ UN-ലും പോയിരുന്നു. അപ്പോൾ അവിടെയൊക്കെ വലിയ സ്വീകരണവും വലിയ തോതിലുള്ള ചർച്ചകളുമൊക്കെ നടന്നു. മാത്രമല്ല അതിൽ നമുക്ക് മേൽക്കൈ കിട്ടി, അതിശക്തമായ മേൽക്കൈ കിട്ടി എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് പിന്നെ അതും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം മോദി നടത്തുന്ന ആദ്യ സന്ദർശനവും കൂടിയാണ്. സാർ, അതിനകത്ത് അങ്ങ് പറഞ്ഞതുപോലെ ഈ സൈപ്രസിന്റെ കാര്യത്തിൽ ചില സവിശേഷതകളുണ്ട്. കാരണം ഈ സൈപ്രസ് അവിടെ ശരിക്കും ഈ ഗ്രീക്കുമായി ബന്ധമുള്ളവരും അതുപോലെ തുർക്കിയുമായിട്ട് ബന്ധമുള്ളവരും ആ ദ്വീപിൽ കഴിയുന്നുണ്ട്. അപ്പം ഗ്രീക്ക് സൈപ്രട്ടുകൾ അതുപോലെ ഈ തുർക്കിഷ് സൈപ്രട്ടുകൾ, ഇങ്ങനെയാണ് അവർ അറിയപ്പെടുന്നത്. അതിൽ ഈ സൈന്യത്തിൽ ഈ ഗ്രീക്കുമായി ബന്ധപ്പെട്ടവർക്ക് വലിയ സ്വാധീനമുണ്ട്. അവർ പണ്ടൊരിക്കൽ 74 അവിടെ ഒരു അട്ടിമറി നടത്തി അത് പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. അതിനുശേഷം ഈ തുർക്കി വളരെ പെട്ടെന്ന് അവരെ ആക്രമിക്കുകയും ഈ 79 ഈ സൈപ്രസിൻ്റെ 1/3 ഭാഗം അവർ പിടിച്ചെടുക്കുകയും അവരുടേതായ ഒരു ഭരണ സംവിധാനം അവിടെ ഉണ്ടാക്കുകയും ചെയ്തു. അത് നമ്മുടെ കാശ്മീരിലും പണ്ട് സംഭവിച്ചതിന് സമാനമാണ്. കാരണം ഈ കാശ്മീർ പിടിച്ചെടുക്കാൻ വേണ്ടി പാകിസ്ഥാൻ ശ്രമിക്കുകയും നെഹ്റുവിൻ്റെ ബുദ്ധിശൂന്യത കൊണ്ട് അതിലൊരു ഭാഗം നമുക്ക് ഇപ്പോഴും രേഖകളിൽ അത് നമ്മുടേതാണ്, പാക് ഒക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്നത്. പക്ഷേ അവിടെ ഭരിക്കുന്നത് അല്ലെങ്കിൽ അതിപ്പോൾ കൈവശം വെച്ചിരിക്കുന്നത് പാകിസ്ഥാനാണ്. അതുപോലെ ഈ സൈപ്രസിലെയും 1/3 ഭാഗം തുർക്കി കൈയടക്കി വച്ചിരിക്കുകയാണ്. അപ്പോൾ സമാനമായ കാശ്മീരിന് സമാനമായ ഒരു കാഴ്ച അല്ലെങ്കിൽ ഒരു അനുഭവമാണ് സൈപ്രസിനും ഉള്ളത്. അതുകൊണ്ട് തന്നെ മോദിയുടെ സന്ദർശനം, പ്രത്യേകിച്ചും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടക്കുന്ന ഈ സന്ദർശനം വലിയ പ്രാധാന്യമുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. മോദിയുടെ സന്ദർശനം ചരിത്രപരമെന്നാണ് സൈപ്രസിൻ്റെ പ്രസിഡന്റ് എക്സിൽ കുറിച്ചത് തന്നെ, നിക്കോസ്. അതെ, കാരണം അപ്പം അവിടെ നിന്ന് അങ്ങോട്ട് ഈ പറഞ്ഞതുപോലെ നമ്മൾ അനുഭവിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളിൽ ചില സമാനതകൾ പാകിസ്ഥാന്റെ കാര്യത്തിൽ ഉണ്ട്. അതുപോലെ തന്നെ അവരും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. തുർക്കിയിൽ നിന്ന് അത് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തുർക്കി
അറിയാമല്ലോ, അവർക്ക് പിന്തുണ കൊടുക്കുകയും പാകിസ്ഥാന് വലിയ പിന്തുണ കൊടുക്കുകയും തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ വലിയ സഹായവുമായിട്ട് ചെന്നത് നമ്മളാണ്. അതെ അതെ. ഇവിടുന്ന് കേരളത്തിന്റെ പ്രധാനമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി പോലും 10 കോടി രൂപ തുർക്കി എംബസിയിൽ കൊണ്ട് കൊടുത്തു ഡൽഹിയിൽ. അത് തടഞ്ഞല്ലോ, അത് കേന്ദ്രം ഇടപെടുകയും ചെയ്തു. അപ്പൊ എനിക്ക് തോന്നുന്നു അത് ഇപ്പോൾ പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ CPM-കാർ ചിലരൊക്കെ പറയുന്നുണ്ടല്ലോ, ഒരു ഭീകരാക്രമണത്തിൻ്റെ 4 ഭീകരർ നമ്മുടെ രാജ്യത്തെ അറ്റാക്ക് ചെയ്തതിൻ്റെ പേരിലാണോ ഒരു രാഷ്ട്രത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതെന്ന്. പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞത് മറ്റാരുമല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയായ CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയാണ് പറഞ്ഞത്. അപ്പം നോക്കണേ, അവരുടെ എത്രത്തോളം ഇടുങ്ങിയ ചിന്താഗതി ലോകം മനസ്സിലാകാതെ പോകുന്നതിൻ്റെ ഗതികേടും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ തുർക്കിയെ ഏത് തരത്തിൽ സൈപ്രസിനെ ഉപദ്രവിക്കുന്നുണ്ടോ അത് അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമല്ലേ അതിനകത്ത്? അതെ, തീർച്ചയായിട്ടും. ഇവിടെ ഈ മോദി വളരെ തന്ത്രപരമായിട്ടാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും തുർക്കിക്ക് ഇനി ഉറക്കമില്ലാത്ത രാത്രികൾ ഇത് സമ്മാനിക്കുമെന്ന് തീർച്ചയാണ്. കാരണം ഈ മോദി സൈപ്രസിൽ കാലൂന്നുമ്പോൾ സൈപ്രസിനൊരു വലിയ ശക്തനായൊരു സുഹൃത്തിനെയാണ് കിട്ടുന്നത്. അതിലൂടെ ഈ തുർക്കി ഇന്നിപ്പോൾ ആ ദ്വീപ് 1/3 ഭാഗം കൈയടക്കി വെച്ച് അവിടെ ചില ഗിമ്മിക്കുകളൊക്കെ കാണിക്കുന്നുണ്ട്. അവിടുന്ന് ഒഴിഞ്ഞു പോകേണ്ടി വരും എന്ന് തുർക്കിക്ക് അറിയാം. അതുമാത്രമല്ല, ഈ നമ്മളിപ്പോൾ ഒരു രാജ്യവുമായിട്ട്, ഇതൊരു ദ്വീപ് സമൂഹമാണ്, മെഡിറ്ററേനിയൻ ആണ് പ്രദേശം. അവിടെ തീർച്ചയായിട്ടും നമുക്ക് ആ രാജ്യം നമ്മളുമായിട്ട് സഹകരിക്കാൻ തുടങ്ങിയാൽ തീർച്ചയായിട്ടും അത് സൈനിക സഹകരണത്തിലേക്ക് എത്തും. നമുക്കവിടെ ഒരു സൈനിക താവളം കിട്ടിയാലോ അത് തുർക്കിക്ക് വലിയ വെല്ലുവിളിയാണ്. ഇനി എന്തെങ്കിലും ഒരു കാര്യത്തിൽ തുർക്കി എടുത്തു ചാടാൻ നിന്നാൽ അടി അവിടെ നിന്ന് കിട്ടും. ഈ പറയുന്ന സൈപ്രസിൽ നിന്ന് തുർക്കി അറ്റാക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. തുർക്കിക്ക് ഒരു പണി കൊടുക്കാൻ വളരെ എളുപ്പമാണ്. ഒരു പക്ഷേ മോദി ഇതൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടായിരിക്കും സൈപ്രസിൻ്റെ ക്ഷണം സ്വീകരിച്ച് അവിടേക്ക് പോയത്. മാത്രമല്ല, ഈ പറയുന്നത് പോലെ അവിടെ ഒരു ബേസ്, ഒരു ആർമി ബേസ് നമുക്കവിടെ ഉണ്ടായാൽ അത് സൈപ്രസുകാർക്കും വലിയ അനുഗ്രഹമാണ്. തുർക്കിയുടെ ഭീഷണി കൂടാതെ അവർക്ക് കഴിയാം. കാരണം കരുത്തനായ ഒരു സുഹൃത്താണ് ഇന്ത്യയുടെ മുന്നിൽ തുർക്കി ഒന്നുമല്ല. അവർ 100 കണക്കിന് ഡ്രോണുകളാണ് പാകിസ്ഥാന് കൊടുത്തത്. അതെല്ലാം ഇന്ത്യൻ വ്യോമാതിർത്തി പോലും കടക്കാതെ അപ്പുറത്ത് വെച്ച് തന്നെ, ആകാശത്ത് വെച്ച് തന്നെ അതിനെല്ലാം നിഷ്പ്രഭമാക്കുന്ന കാഴ്ചയാണ് നമ്മളെല്ലാവരും കണ്ടത്. ഒരു ഡ്രോൺ പോലും ഈ തുർക്കി പാകിസ്ഥാന് കൊടുത്ത ഒരു ഡ്രോൺ പോലും ഇന്ത്യൻ മണ്ണിലേക്ക് കടക്കാൻ നമ്മൾ അനുവദിച്ചില്ല. നമ്മുടെ പ്രതിരോധം അത്ര ശക്തമായിരുന്നു. അത് ലോകം കണ്ടതാണ്. ഞാൻ ചൈനയുടെയും മറ്റുമൊക്കെ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അമേരിക്ക കൊടുത്ത വിമാനം വരെ നമ്മുടെ വ്യോമ പ്രതിരോധത്തിന് മുന്നിൽ പാളിപ്പോയ കാഴ്ചയാണ് ലോകം കണ്ടത്. ഇപ്പോൾ ഇവിടെ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടായിരിക്കണം സൈപ്രസ് പ്രസിഡന്റ്, അവിടുത്തെ ഭരണകൂടവും നരേന്ദ്രമോദിയെ അങ്ങോട്ട് ക്ഷണിച്ചതും അദ്ദേഹത്തിന് വലിയ ഒരു സ്വീകരണം ഒരുക്കിയത്. ഇനിയിപ്പോൾ നമ്മൾ അവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ G7 കൂടി ഒന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അതായത് തുടർച്ചയായ 6ാമത്തെ വർഷം G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കാനഡയിൽ എത്തുകയാണ് പ്രധാനമന്ത്രി മോദി. അദ്ദേഹം ഈ UN-ന് അപ്പുറത്തേക്ക് ഒരു പുതിയ കൂട്ടായ്മ വളർത്തിയെടുക്കാൻ അദ്ദേഹം അവിടെ പ്രധാനമായിട്ടും ഊർജ സുരക്ഷ, സാങ്കേതിക വിദ്യ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉൾപ്പെടെ നിർണായക ആഗോള വിഷയങ്ങളിലായിരിക്കും 7 രാഷ്ട്രത്തലവന്മാരുമായി മറ്റ് ക്ഷണിക്കപ്പെട്ട രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുമായിട്ടുള്ള ചർച്ചകൾ തന്നെ ഉണ്ടാകുക. അതും ഒരു വലിയ മുന്നേറ്റമായി. കാനഡയിലെ ഭരണമാറ്റം തീർച്ചയായിട്ടും ഇപ്പോൾ ഇന്ത്യക്ക് വലിയ ഒരു അനുഗ്രഹവും അനുകൂലവുമാണ്. ഇത് മാത്രമല്ല, ഈ ഖാലിസ്ഥാൻ തീവ്രവാദത്തെ അടിച്ചമർത്താൻ ഇതിലൂടെ സാധിച്ചേക്കും എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് ഈ കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടി ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടും. പക്ഷേ നമ്മളും വളരെ ജാഗ്രതയോടുകൂടിയാണ് ഇരിക്കുന്നത്. അവിടെ നിന്ന് എന്തായിരിക്കും പുതിയ തീരുമാനം വരുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.